ഞങ്ങൾ അതിനെ സുരക്ഷിതമായിട്ട് അതിന്റെ മരണം വരാത്ത നിരക്ക് ആരും ഞങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ അവർ ഞങ്ങളുമായി ചില നിഷേധങ്ങൾ ചെയ്തുകൊണ്ട് അവർ ഓടിയും അത് ഒരു വഫാദിക്കെതിരെ ഒരു ഹിന്ദു നിന്നാൽ ആ ഹിന്ദുവിനെ സഹായിക്കും. പക്ഷേ അവൻ ഹിന്ദുത്വമായത്തിനെ സഹായിച്ചായിരുന്നു. ഹിന്ദുക്കൾക്ക് വല്ല സംഗതിയും വരുമ്പോൾ സഹായിക്കുമെന്ന് ഞങ്ങളോട് വാക്തത്വം ചെയ്യണം. അതിൽ ദാർഢ്യമായിട്ട് വരും. അതിന്റെ സന്ദർഭവും വന്നിരിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചുകൊള്ളു. രാഷ്ട്രീയക്കാർ ഞങ്ങളെ പേടിപ്പിക്കണ്ട, ആരും തന്നെ പേടിപ്പിക്കണ്ട. ഞങ്ങൾ അത് പേടിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ നിങ്ങൾ പേടിക്കാൻ അറിയിക്കുന്നില്ല. ഞങ്ങൾ പേടിക്കാൻ കഴിയില്ല. ഇസ്ലാമില്ലാതെ മുസ്ലിമില്ലാതെ മുസ്ലിം തീരെ മുസ്ലിമില്ല. പിന്നെന്ത് മുസ്ലിം തീരെ പിന്നെന്ത് മറ്റേത് ആദ്യം മുസ്ലിമല്ലേ? മുസ്ലിം ഉണ്ടായിട്ട് അത് നമ്മൾ അനുബന്ധിച്ചുകൊണ്ട് മറ്റു പാഠം കൊണ്ട് കൂട്ടിച്ചേർക്കണം. ഇസ്ലാമിനത്തിന്റെ പാഠം നിഷേധിച്ചുകൊണ്ട് തനിക്ക് ഹൈന്ദവ സ്ത്രീകളുടെ സംസ്കാരം നമ്മുടെ സ്ത്രീകളെ കൊണ്ട് അവർ സ്വീകരിക്കാൻ വേണ്ടി ബന്ധുജനാക്കൾ അല്ലേ കുഞ്ഞുങ്ങളെ? ഈ ആഴ്ചയിൽ ഈ കേരളത്തിൽ മുസ്ലിം സമുദായത്തെ അർദ്ധനക്തരായും കൊണ്ട് തനി ഹൈന്ദവ വേഷത്തിൽ വേഷം അണിയിച്ചുകൊണ്ട് സിനിമയും മറ്റ് മീറ്റിംഗുകളും പാർട്ടികളിലും വിളക്കാൻ വേണ്ടി ഇവരുടെ കയറുകൂടി വിട്ടത് ഞങ്ങളല്ലാതെ മറ്റൊരാണ്. ഈ ഹൈന്ദവ സംസ്കാരം അല്ലെ ചർച്ച ക്രിസ്ത്യാനിയോ അവരുടെ സ്ത്രീകൾ പങ്കെടുപ്പിക്കും. എന്ന് മനസ്സിലാക്കിയും കൊണ്ട് മുസ്ലിം സമുദായത്തിലുള്ള സ്ത്രീകളെ മുസ്ലിം ദേവാലയങ്ങളിലേക്ക് പള്ളികളിലേക്ക് ആനയിക്കാൻ വേണ്ടി പാർട്ടിയുടെ ആളാണ് ഞങ്ങളല്ല. ഇതെല്ലാം നല്ലല്ലോ. ഇവരുടെ ചെയ്യുന്നത് എന്താണ്? ദീന്റെ വല്ല ലക്ഷ്യം ഉണ്ടാകുന്ന വല്ല പ്രവർത്തനവും ഈ സുന്നത്തമായത്തിന്റെ ലക്ഷ്യം വിളിച്ച് വല്ലവരും ചെയ്യുന്നുണ്ടോ? ആലോചിച്ചു നോക്കും. ഇവിടെ കേരളത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നത് ഒരൊറ്റ സംഗതിക്കും അവർക്ക് വിമർശനം ഇല്ല. അവർക്ക് വിമർശനം സുന്നികളെ സംബന്ധിച്ച് മാത്രം, അല്ലെങ്കിൽ സമസ്തയെ സംബന്ധിച്ച് മാത്രം. ഈ കേരളത്തിലുള്ള അവർക്ക് പ്രശ്നമല്ല. കാര്യാനി ദാഹമാണ്, വീരമല്ല. ദാഹമാവലിയൊന്നും ഇല്ല അവർക്ക്. അതിനൊന്നില്ല. വീട്ടിലാവൽ ഇല്ല. അങ്ങനെയുണ്ട്. മൂന്നൊരു കൊല്ലം മൂന്നോട് മന്ത്രം 4 മന്ത്രം വിട്ട് അല്ലെങ്കിൽ കാത്തുള്ളത് ൂരിന്റെ മന്ത്രമല്ല. മറ്റേതാണ് ഒരാളുടെ അഭിപ്രായം അല്ല മറ്റാളുടെ അഭിപ്രായം. ഒരാളുടെ അഭിപ്രായം പെണ്ണുങ്ങൾക്ക് ഓണം കെട്ടിയാൽ മതി എന്ന് ഉൾക്കില്ലാതെ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ? എന്തവകാശം? ഓണം കെട്ടി നടക്കാൻ ഈ മുസ്ലിമാശില്ലേ? എവിടെ പോയാ തലച്ചോറ് തലച്ചോറ് പോയി ചോദിക്കും ഞാൻ. മുസ്ലിം സ്ത്രീകളല്ലേ? മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്നിട്ട് അവസാനമായി ഓണം കെട്ടിയാൽ മതി. ഇതിനു വേണ്ടി പുസ്തകം ഉണ്ടാക്കിയില്ലേ? ഈ ജാതി വിശാലങ്ങൾ വശമാക്കുകയും ഇതര സമുദായങ്ങൾ ആ സമുദായങ്ങൾക്കിടയിൽ പരിശുദ്ധ വീട്ടിൽ അപകേന്ദ്രമാക്കുകയും പ്രവൃത്തി ആരാധിക്കുകയും ഞങ്ങളാണ്. ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യുന്നില്ല. ഞങ്ങളുടെ വിദ്യാലയങ്ങളും ഞങ്ങൾ പഠിപ്പിക്കുന്ന വംശങ്ങൾ അങ്ങനത്തെ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾ എല്ലാവരും ശുഭാനുഭവത്താരെയെ ഭയപ്പെടുത്ത മുഖാതിരികൾ വാർത്തെടുക്കാൻ വേണ്ടി പാടുപെടുകയാണ്, അധ്വാനിക്കുകയാണ്. അതേ സമയത്ത് കോളേജ് വ്യക്തികളുടെ വാർക്കലാണ് ഇവരുടെ കോളേജിന്റെ ഉദ്യോഗം. ഇവരുടെ മൂന്നാണ് അനേകം മുസ്ലിം സമുദായം ചിന്തിച്ചുകൊള്ളും. അവരുടെ പൂർവ്വ ലക്ഷ്യം എന്താണ്? ഈ ഭൗതിക ലക്ഷ്യം. വല്ല ഉദ്യോഗം കരസ്ഥമാക്കാം, ഭൗതികമായ പല വാർത്തകളും സംഭവിക്കാം. ഇതല്ലേ അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടി ഇത്രയും പാടുപെടേണ്ട ആവശ്യമുണ്ട്. ഈ നിലക്കെല്ലാം തന്നെ മാന്യ മുസ്ലിം സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവരുത് എന്ന് ധരിച്ചുകൊണ്ടാണ് സിനിമയും ജീവിതങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും ഉറപ്പെടുത്തുന്നത്. പക്ഷേ നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ മുജാഹിദ് മീറ്റിംഗുകളും ഗതിയും കൂടുതൽ ഏർപ്പെടുത്തിയാൽ അത്രയും അഭിനന്ദനം നിങ്ങൾക്ക്. ഇത് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. ഇന്ന് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും മറ്റോനും എല്ലാം കൂടി ഒന്നാകത്ത് പോലും എല്ലാ കുറുക്കളും മറയും പണിയും ഇതൊക്കെ ഒന്നായാണ്. ഞങ്ങൾക്കെന്താണ്
ജമാഅത്ത് ഇവിടെ നിലനിൽക്കും. അത് ഇമാമ നയിക്കാൻ ഈ ലോകത്തിലെ ശക്തിക്കും സാധ്യമല്ല. അന്ന് ജമാഅത്തിന്റെ കക്ഷി യഥാർത്ഥ ഇസ്ലാമിന്റെ കക്ഷിയാണ്. അത് അലൈഹിവസല്ലം തങ്ങൾ പ്രസാദിക്കുകയും ആണ്. ആ കക്ഷി ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കക്ഷി ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ നേതാക്കൾ ബഹുമാനപ്പെട്ട മഹാന്മാരായ ഔലിയാക്കളാണ്, ആരിഫീങ്ങളാണ്, എന്റെ മഹ്സൂദികളാണ്, മുഖമതികളാണ്. ബഹുമാനപ്പെട്ട ജിലാനി, ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഖ്വാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾ ഇതുപോലെയുള്ള ആരിഫീങ്ങളാണ്, എന്റെ മഹ്സൂദികളാണ്. അവരെ പിന്തുണക്കുന്ന കക്ഷികളും ആണ്. അവരെ സ്ത്രീകളാണ്. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് യഥാർത്ഥത്തിൽ എവിടെയാണ്? ഇന്ത്യയിൽ ഇസ്ലാമിന്റെ ഒരു ശാശ്വതമായ ഒരു നിലനിൽപ്പ് ഈ ഇന്ത്യ രാജ്യത്തിൽ ഉണ്ടാക്കി തീർത്തത് ആരാണ്? ഔലിയാക്കളില്ലാതെ മറ്റാരുമല്ല. മഹാന്മാരായ ഔലിയാക്കളാണ്, ആരിഫീകൾ. അവരെ കൊണ്ടല്ലാതെ സാധ്യവും അല്ല. ഞാൻ ആ സംഗതി ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനിയും ഇവിടെ നമ്മുടെ മാന്യ അതിഥികൾ പലരും ഇവിടെ സംസാരിക്കാൻ ഉണ്ട്. നിങ്ങൾക്ക് വളരെ ക്ഷമയോട് കൂടി കേൾക്കാൻ എന്നും നിഷ്പക്ഷ ബുദ്ധിയോട് കൂടി സംഗതികൾ വീക്ഷിക്കാനെന്നും ചൂണ്ടിക്കാനെന്നും മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യാൻ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഔലിയാക്കൾ, ആരിഫീകൾ, മഹാന്മാരായ അയിമ്മത്തുൽ മുജ്തഹിദീകൾ, അവരുടെ താബീഈകൾ, അവരുടെ കൂട്ടത്തിൽ അഹിതത്യാവ കണ്ട് റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹത്വത്തിൽ കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിലനിർത്തി തിരക്കേ. സമസ്തയിലെ തർക്കത്തിന് പരിഹാരമായില്ല. പാണക്കാട് തങ്ങളുമായി സമവായത്തിലെത്തിയെന്ന ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ അവകാശവാദം സാദിഖ് അലി തങ്ങൾ തള്ളി. വീട്ടിലെത്തി ഖേദം പ്രകടിപ്പിച്ചത് പുറത്ത് പറയണം എന്ന ധാരണ ലീഗ് വിരുദ്ധ വിഭാഗം ലംഘിച്ചുവെന്ന് പാണക്കാട് തങ്ങൾ പറഞ്ഞു. മാപ്പ് അള്ളാഹുവിനോട് മാത്രമേ പറയൂ എന്നായിരുന്നു ഉമർ ഫൈസി മുക്കത്തിന്റെ മറുപടി. ഇന്നലെയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലെത്തി സംസ്ഥയിലെ ലീഗ് വിരുദ്ധ വിഭാഗം നേതാക്കൾ ഒത്തുതീർപ്പ് ചർച്ച നടത്തിയത്. പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. പാണക്കാട് തങ്ങളുടെ ഖാസി സ്ഥാനത്തെ ചോദ്യം ചെയ്തതിൽ ഉമർ ഫൈസി മുക്കവും, കോഴിക്കോട് ബിഷപ്പിൽ നിന്നും കേക്ക് വാങ്ങി കഴിച്ചത് വിമർശിച്ചതിൽ അമീദ് ഫൈസി അമ്പലക്കടവും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് ചർച്ചയിൽ ഖേദം പ്രകടിപ്പിച്ചു. എന്നാൽ വിമർശനം പൊതുസമൂഹത്തിന് മുന്നിലാണ് നടത്തിയതെന്നതിനാൽ ഖേദപ്രകടനവും പരസ്യമായി തന്നെ വേണമെന്ന് പാണക്കാട് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും നിർദ്ദേശിച്ചു. ഇക്കാര്യം ജിഫ്രി മുത്തുക്കോയ തങ്ങളും സമ്മതിച്ചു. എന്നാൽ വാർത്താ സമ്മേളനത്തിൽ ഖേദപ്രകടനം നടത്തിയത് മറച്ചുവെച്ചതാണ് പാണക്കാട് തങ്ങളെ പ്രകോപിപ്പിച്ചത്. ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. ആ സംസാരത്തിന്റെ ഒരു അന്തസ്സത്തൊക്കെ മനസ്സിലാക്കണമല്ലോ. അത് മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് അവരത് തുറന്നു പറയേണ്ടതായിരുന്നു. എന്നാൽ ഖേദത്തിന്റെ ആവശ്യമില്ലെന്നാണ് ഉമർ ഫൈസി മുക്കം പറഞ്ഞത്. മാപ്പും പറയില്ല. അങ്ങനെ കേരളത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് പിന്നെ തങ്ങൾക്കും ഇങ്ങോട്ടും കേരളം അങ്ങോട്ടും കേരളമൊന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പിന്നെ എന്താ വിഷയം ഉണ്ടായിട്ട് പറഞ്ഞു തീർന്നില്ലേ? എത്രയല്ലേ ഉള്ളൂ. തുറന്ന് പറയാം. മാപ്പ് അള്ളാഹിനോട് പറയാം. ഞങ്ങൾ അള്ളാഹിനോടല്ല വേറെ ആളും പറഞ്ഞു. ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് പറയലാണ്. വേറെ ഒരാളോട് നമ്മൾ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതോടെ 23-ന് നടത്താൻ തീരുമാനിച്ച തുടർ സമവായ ചർച്ചയും പ്രതിസന്ധിയിലായി. ലീഗ് വിരുദ്ധ വിഭാഗം ധാരണപ്രകാരം ഖേദം പ്രകടിപ്പിച്ചത് പുറത്തു പറഞ്ഞിട്ട് മതി, ഇനി സമവായ ചർച്ചകളെന്നാണ് പാണക്കാട് തങ്ങളുടെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും നിലപാട്.